നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഓപ്ഷൻ ഇങ്ങനെ തൊട്ടരികിൽ എത്തി നിൽക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ IPL ഒരു ആവേശത്തിൽ കൂടിയാണ്. ശരിയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. T20I പരമ്പര ഇന്ന് ആരംഭിക്കുന്നു. ആഷസ് പരമ്പര അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസിലാൻഡും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ സജീവമായിട്ട് കളി നടക്കുന്നുണ്ട്. പക്ഷേ IPL ഒരു ഓളം വേറെ തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ ബ്രാൻഡ് ഫിനാൻസ് IPL ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടീം, മോസ്റ്റ് വാല്യുബിൾ IPL ബ്രാൻഡ് ഏതാണ്, അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രോങ്ങസ്റ്റ് IPL ബ്രാൻഡ് ഏതാണ്, ഇതും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡ് ഫിനാൻസ് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഇക്കോസിസ്റ്റത്തിൻ്റെ മൊത്തം വാല്യൂ 2025 $9.6 ബില്യൺ എന്നാണ്. ഇപ്പോൾ ഈ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ലോകത്താകമാനം പല കാര്യങ്ങളിലെയും മൂല്യമൊക്കെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു സമയമാണല്ലോ, നമുക്കറിയാമത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ഒരു വാല്യൂ തയ്യാറാക്കുന്നതെന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മൾ മോസ്റ്റ് വാല്യുബിൾ IPL ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ IPL ബ്രാൻഡ് ഏതാണെന്ന് നോക്കാം. 10ാമത് രാജസ്ഥാൻ റോയൽസാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $53 മില്യൺ. 9ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്, ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $56 മില്യൺ. 8ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്, അവരുടെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $59 മില്യൺ. 7ാമത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. LSGയുടെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നതും $59 മില്യൺ. 6ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. PBKSൻ്റെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $66 മില്യൺ ആണെങ്കിൽ 5ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. $70 മില്യൺ അവരുടെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ബ്രാൻഡ് വാല്യൂ $73 മില്യൺ. അതേസമയം 3ാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. CSKയുടെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $93 മില്യൺ. 2ാം സ്ഥാനത്ത് RCB ആണ്. അവരുടെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $105 മില്യൺ ആണെങ്കിൽ 1ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $108 മില്യൺ. അതേസമയം ഇപ്പോൾ സ്ട്രോങ്ങസ്റ്റ് IPL ബ്രാൻഡ് 2025 എന്നുള്ളതിൽ കണക്കുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ബ്രാൻഡ് സ്ട്രെങ്ത് ഇൻഡെക്സ് BSI ഇൻഡെക്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇത് എന്ന് പറഞ്ഞാൽ A+ ബ്രാൻഡ് സ്ട്രെങ്ത് റേറ്റിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഓരോ ഫ്രാഞ്ചൈസിയുടെയും ഡീപ്പ് ഫാൻ സപ്പോർട്ടും അതുപോലെ തന്നെ എൻഡ്യൂറിങ് അപ്പീലും ഒക്കെയാണ് പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്, അതായത് ഈ ബ്രാൻഡിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. അവരുടെ BSI ഇൻഡെക്സ് കണക്കാക്കിയിരിക്കുന്നത് 61.1 ആണ്. ഈ ഇൻഡെക്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്രാൻഡ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതാണ് BSI ഇൻഡെക്സ്. അതിൽ 10ാം സ്ഥാനത്താണ് LSG, 61.1 ആണ് അവരുടെ ഇൻഡെക്സ്. 9ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്, 65.5 ആണ് അവരുടെ ഇൻഡെക്സ്. 8ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ്, 67.1 ആണ് അവരുടെ ഇൻഡെക്സ്. 7ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്, 67.8 ആണ് അവരുടെ ഇൻഡെക്സ്. 6ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ്, 68 ആണ് അവരുടെ ഇൻഡെക്സ്. 5ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്, 70 ആണ് അവരുടെ ഇൻഡെക്സ്. 4ാം സ്ഥാനത്ത് KKR, 75.2 ആണ് അവരുടെ ഇൻഡെക്സ്. 3ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ്, 85 ആണ് അവരുടെ ഇൻഡെക്സ്. 2ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, 89.5 ആണ് അവരുടെ ഇൻഡെക്സ്. എങ്കിൽ 1ാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. സ്ട്രോങ്ങസ്റ്റ് IPL ബ്രാൻഡ് 2025 അത് CSK ആണ്. അതേസമയം മോസ്റ്റ് വാല്യുബിൾ IPL ബ്രാൻഡ് 2025 അത് മുംബൈ ഇന്ത്യൻസ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.